സംസ്ഥാനത്ത് പലയിടങ്ങളിലും അപകട ഭീഷണിയായി റോഡരികിൽ വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. വൃക്ഷങ്ങൾ പലപ്പോഴും കനത്ത മഴയിലും കാറ്റിലുമൊക്കെ അത് കടപുഴകി വീണ് പല അപകടങ്ങളും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ പത്തനംതിട്ടയിലും അത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നു. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് വലിയ ഒരു വൃക്ഷം അത് ഒടിഞ്ഞ് വീണ് നാശനഷ്ടം നേരിട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ധാരാളം സ്കൂട്ടറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാർക്ക് ചെയ്ത സ്കൂട്ടറുകളുടെ മുകളിലേക്കാണ് ഈ വൃക്ഷം ഒടിഞ്ഞു വീണത്. നേരത്തെ തന്നെ ഈ വൃക്ഷം ഈ ഭാഗത്ത് അപകട ഭീഷണിയാണെന്ന് ഈ പ്രദേശവാസികളും ഇവിടെയുള്ള വ്യാപാരികളുമൊക്കെ അധികൃതരെ അറിയിച്ചിരുന്നു. പക്ഷേ അത് മുറിച്ചു മാറ്റുന്നതിനുള്ള യാതൊരു നടപടിയും ഇത്രയും കാലമായും ചെയ്തിരുന്നില്ല. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അധികാരികൾ ഉണരുകയും ഇങ്ങോട്ടേക്ക് ഓടിയെത്തി ഈ ഭാഗത്ത് ആ വീണ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റുകയും ചെയ്തു. സ്കൂട്ടറിനൊക്കെ നാശനഷ്ടം നേരിട്ടിട്ടുണ്ട്. ഒരാൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. ഇതെന്താ സംഭവിച്ചേ? ഒരു മണിക്കൂർ മുമ്പ് അവിടെ നേരിട്ട് കാണാൻ പറ്റി. ഇപ്പം തന്നെ ഒഴിഞ്ഞു വീഴുമായിരുന്നു. നല്ല ശബ്ദത്തോടെ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചേട്ടൻ ജസ്റ്റ് മിസ്സിന് ഒഴിഞ്ഞു മാറുമായിരുന്നു. അല്ലെങ്കിൽ ആ ചേട്ടനും എന്നെ അടിപ്പെട്ടു പോയനെ. അത്യാവശ്യം 2-3 ബൈക്കൊക്കെ നല്ല നശിച്ചിട്ടുണ്ട്. അവരൊരു ബൈക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ മുറിക്കേണ്ട ഒരു മരം തന്നെയായിരുന്നു. കാരണം കണ്ടാൽ മനസ്സിലാവും അത്രയ്ക്ക് ദ്രവിച്ചതിരിക്കുകയാണ്. നേരത്തെ മുറിക്കേണ്ടി മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു ആരെങ്കിലും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ അപകടം ഉണ്ടായിട്ട് മറ്റുന്നത് ശരിയല്ല. പിന്നെ ഇവിടെ ഒരു ചേച്ചി വീഴായിടയായി. ഇവിടെ ഒരു ഈ കുഴിയിൽ, കാരണം ഈ കുഴി വീണായിടയായി. കാരണം അവിടെ വെള്ളം നിറഞ്ഞിരിക്കുമായിരുന്നു. റോഡ് ഏതാ കുഴിയാന്ന് മനസ്സിലാവാതെ ആ ചേച്ചി വീണു. ഇപ്പം ഒരുപാട് വണ്ടികൾ ഇപ്പം നശിച്ചിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കും. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അധികാരികൾ ഉണർന്നിട്ട് കാര്യമില്ല. ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങൾ അത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അധികാരികൾ അത് മുറിച്ച് മാറ്റണം എന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ഇനിയും ധാരാളം വൃക്ഷങ്ങൾ നഗരത്തിന്റെ പലയിടങ്ങളിലും ഇങ്ങനെ അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമാണ്. ധാരാളം നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലം കൂടിയാണ്. ചേട്ടാ, നിങ്ങൾ നേരത്തെ തന്നെ ഇത് പരാതിപ്പെട്ടിരുന്നോ? ഈ മരമൊക്കെ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റണം. ഓരോരുത്തർ പരാതിപ്പെട്ടായിരുന്നു. നമ്മളല്ല, നമ്മളിപ്പോൾ വന്നേ ഉള്ളൂ. നേരത്തെ ഓരോരുത്തർ പരാതിപ്പെട്ടതിന്റെ പേരിലാണ് ഇതെല്ലാം മുറിച്ചു മാറ്റിയത് ഇവിടുന്ന്. അപ്പോൾ ഇത് റോഡ് പണിയുടെ ഇത് പാലത്തിന്റെ ഇതിന്റെ എന്തോ വിഷയം വരുമ്പോഴത്തേനും മുറിക്കാന്ന് പറഞ്ഞ് നിർത്തിയേക്കുമായിരുന്നു. അത് കേടായതുകൊണ്ടാണ് അത് ഒടിഞ്ഞു വീണത്. ചേട്ടന്റെ കട ഇതിന് തൊട്ടടുത്ത് തന്നെയല്ലേ? തൊട്ടടുത്തുകൊണ്ട് കാണുന്നത്, എൻ്റെ തൊട്ടടുത്ത് കാണുന്ന സൈഡിലെ കട തന്നെയാണ് എൻ്റെ. ഞാൻ അതുകൊണ്ടാണ് അരി വാങ്ങിക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ പിന്നെ അതെല്ലാം ആ ടാർപ്പ അതെല്ലാം പറഞ്ഞു പോയി. അല്ല വേറെ വലിയ നഷ്ടമൊന്നും നമുക്ക് ദൈവം സഹായിച്ച് വന്നില്ല. ദൈവം കാത്ത നമ്മളെ, അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ വണ്ടികൾ 5-6 എണ്ണം പോയി നശിച്ച്. എല്ലാവരുടെയൊക്കെ 2-3 പെണ്ണുങ്ങളൊക്കെ ഉണ്ടായ ഒരാളുണ്ടായിരുന്നു. അയാൾ ചാടിയോണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അയാൾ ഇതിൻ്റെ അടിയിലായി പോയാണ്. സ്കൂട്ടറിന്റെ ഉടമസ്ഥര് ഇങ്ങനെ ഒടിഞ്ഞു വീഴുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിച്ചേനെ. സ്കൂട്ടറുകൾ ഇപ്പോഴും ഇവിടെയുണ്ട്. അത് ഈ ഭാഗത്ത് സ്കൂട്ടറിന്റെ മുകളിലേക്കാണ് ഈ വൃക്ഷത്തിന്റെ ഈ ഒരു ഭാഗം വീണത്. നമുക്ക് കാണാം വലിയ വലിപ്പമുള്ള തടി തന്നെയാണ്. ഒരുപക്ഷെ ജീവന് തന്നെ ഭീഷണി ഉയർത്തി നിന്നിരുന്ന ഈ മരം ഇപ്പോൾ ഈ കനത്ത മഴയിൽ കാറ്റിലും ഇങ്ങനെ വീണിരിക്കുകയാണ്. ഇനിയെങ്കിലും പ്രദേശവാസികൾ ഇത്തരത്തിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളെപ്പറ്റി അധികാരികളോട് പറയുമ്പോൾ അത് അവർ ഗൗരവമായി എടുക്കുകയും അത് എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു അപകടം സംഭവിച്ചതിന് ശേഷം പിന്നീട് അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.